ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി സേഫ്റ്റി ഗുരു. മലയാളി സേഫ്റ്റി ഗുരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ജെന്യുവിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ചൂസ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ സ്കിൽസ് നിങ്ങൾക്ക് കരിയർ ഡെവലപ്മെന്റിന് സഹായിക്കുമെന്ന് കണ്ടിരുന്നു. അതിനുവേണ്ടി ഒരു ജെന്യുവിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ചൂസ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി റീസെന്റ് നോട്ടിഫിക്കേഷൻസ് ലഭ്യമാക്കുക. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അതൊരു നെബോഷ് അക്രഡിറ്റഡ് സെന്റർ ആണോ എന്ന് ഉറപ്പുവരുത്തുക. അതിനായി നിങ്ങൾക്ക് നെബോഷിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതിയാവും. അക്രഡിറ്റഡ് സെന്റേഴ്സിൽ തന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ലേണിംഗ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, നെബോഷ് IGC ആണെങ്കിൽ മാത്രമല്ലേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്ന്. എങ്കിൽ ഈ ഒരു കാര്യം എല്ലാവരും ഓർക്കുക. നെബോഷിന്റെ അക്രഡിറ്റഡ് സെന്റേഴ്സ് അതുപോലെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രെയിനിങ്ങിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു കാൻഡിഡേറ്റിന്റെ സ്കിൽ വർദ്ധിക്കാനായി വിവിധ തരം മോക്ക് എക്സാംസ്, ഇന്റർവ്യൂസ് എല്ലാം നടത്തി നോളജ് ആൻഡ് കോൺഫിഡൻസ് കൂട്ടുന്നു. അതുമാത്രമല്ല, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ എംപ്ലോയേഴ്സിനും ജെന്യുവിനിറ്റി ഫീൽ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏതൊക്കെ സേഫ്റ്റി കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മറ്റേതൊക്കെ ഇന്റർനാഷണൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. മറ്റൊരു കാര്യം, പഠിപ്പിക്കുന്നത് അപ്രൂവ്ഡ് ട്രെയിനേഴ്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ അവർ എക്സാമിനേഴ്സ് ആണോ, എക്സ്പീരിയൻസ്ഡ് ആണോ. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ട്രെയിനിങ്ങിൽ മാത്രമല്ല, ഫീൽഡ് എക്സ്പീരിയൻസ് കൂടി ഉള്ളവരാണോ എന്ന് നോക്കുക. മറ്റൊരു കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫെസിലിറ്റീസ് ആണ്. ഫോർ എക്സാമ്പിൾ, പ്രോപ്പർ ആയിട്ട് സിറ്റിംഗ് ഫെസിലിറ്റീസ് ഉണ്ടോ, AC ക്ലാസ് റൂംസ് ആണോ, പ്രസന്റേഷൻ ഫെസിലിറ്റീസ് ഉണ്ടോ തുടങ്ങിയവയെല്ലാം നിങ്ങൾക്കൊന്ന് പോയി കണ്ടു നോക്കാം. അതായത് ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫെസിലിറ്റീസ് നല്ലതാണോ എന്ന് നോക്കുക. മറ്റൊരു കാര്യം ആഫ്റ്റർ ജോബ് സപ്പോർട്ടാണ്. അതായത് പഠിച്ച് ജോലി കിട്ടിയതിന് ശേഷവും നിങ്ങൾക്ക് ജോലി സംബന്ധമായ സംശയ നിവാരണം നൽകാൻ കഴിയുന്ന ട്രെയിനേഴ്സ് ആണോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യം, ഓഫ്ലൈൻ ട്രെയിനിങ്സും ഓൺലൈൻ ട്രെയിനിങ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതിൽ തന്നെ ഓൺലൈൻ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. എന്നിരുന്നാലും നിങ്ങൾ കബളിപ്പിക്കപ്പെടാനായി ഒരുപാട് സാധ്യതകളുണ്ട്. ഫോർ എക്സാമ്പിൾ, അൺഅപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചതിയിൽ വീഴാം. അതുകൊണ്ട് തന്നെ ആദ്യ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ലപോലെ റിസർച്ച് ചെയ്ത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുക. ഇനി എങ്ങനെ ഒരു ജോബിന് അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മലയാളി സേഫ്റ്റി ഗുരു.